പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, മദ്യപാനം കുറഞ്ഞ രീതിയിലാണെങ്കിൽ ഹാർട്ടിന് അതെന്തോ നല്ല കാര്യമാണ്. ഇത് ശരിയാണോ തെറ്റാണോ? പഠനങ്ങൾ എന്താണ് കാണുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഒരു പഠനത്തിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ, നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ 14% ആളുകൾക്ക് മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു പ്രധാന കാരണം ആൽക്കഹോളാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ മൊത്തം നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഹൃദയത്തിന് ഡാമേജ് വരും, ഹൃദയത്തിന്റെ മാംസപേശികളെ നശിപ്പിക്കാനും ഹൃദയത്തിലെ ബ്ലോക്കുകളുടെ സാധ്യത കൂട്ടാനും ഹൃദയത്തിന്റെ പമ്പിങ് കുറയാനും മദ്യപാനം ഒരു കാരണം. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ മിടിപ്പുകളുടെ താളത്തെറ്റിൽ വരാനും അരിത്മിയ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. പല ആളുകൾക്കും ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന മാരകമായിട്ടുള്ള അവസ്ഥ കണ്ടുവരാറ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന മറ്റൊരു വലിയ പഠനത്തിൽ കണ്ടെത്തിയ എന്താണെന്ന് വെച്ചാൽ, 60 ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം മദ്യം അകത്തെത്തുന്ന ഒരു വ്യക്തിക്ക് ഹൃദ്രോഗ സാധ്യത 1.5 ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. ഡൽഹിയിലും മുംബൈയിലുള്ള 35% പ്രൊഫഷണലുകൾ ഹൃദ്രോഗ സാധ്യത ആൽക്കഹോൾ കാരണം ഒരുപാട് വർദ്ധിച്ചതായി പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാടൻ മദ്യങ്ങളിൽ ഒരു ക്വാളിറ്റി കൺട്രോൾ ഇല്ലാത്തത് കാരണം, അതുപോലെ കണ്ടാമിനേഷൻ ഉള്ളത് കാരണം ഹൃദ്രോഗ സാധ്യത വളരെയധികം ഉണ്ടെന്നുള്ളതും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പഠനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഓരോ ദിവസവും ഒരു വ്യക്തി കഴിച്ചിരിക്കേണ്ട മദ്യത്തിന്റെ മാക്സിമം ലിമിറ്റ് 30 ml മാത്രമാണ്. സ്ത്രീകളാണെങ്കിൽ ഇതിലും കുറയ്ക്കേണ്ടതാണ്. നാഷണൽ ഹെൽത്ത് സർവേയിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ ഇന്ത്യക്കാരുടെ മദ്യപാനത്തിന്റെ തോത് 38% വർദ്ധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഹൃദ്രോഗത്തിന്റെ സാധ്യതയും ഇതിനോടൊപ്പം വർദ്ധിക്കാൻ സാധ്യത. 2020 നടന്ന മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഇന്ത്യൻ മദ്യപാനികളിൽ ഒരു വർഷം കഴിക്കുന്ന മദ്യത്തിന്റെ അളവ് ശരാശരി 5.7 ലിറ്ററിൽ കൂടുതൽ ആണ് എന്നുള്ളത്. ഇത് ലോക ശരാശരിയേക്കാളും ഒരുപാട് കൂടുതലാണ്. ഈ ഒരു അളവിലുള്ള മദ്യപാനം തീർച്ചയായിട്ടും ഹൃദയത്തിന് കേടാണ്.